ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അധ്യായം 333. ലാവണ്യ നിശബ്ദമായി ഹേമന്തിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ കാഴ്ച അവന് ശരിക്കും അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. എന്തേ, നിനക്കിപ്പോൾ പേടിയുണ്ടോ? പോവണോ? അവൻ ചോദിച്ചു. അവൾ ആഗ്രഹിക്കാത്തതൊന്നും തന്നെ നിർബന്ധിച്ച് ചെയ്യിക്കരുത്, അത് ബുദ്ധിയല്ലെന്ന് ഹേമന്തിന് തോന്നിയിരുന്നു. എങ്കിലും അവളോടുള്ള പ്രതികാരത്തിൽ നിന്നും അവന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ആനന്ദകരമായ ആ വികാരത്തിൽ നിന്നും പിന്തിരിയാൻ അവന് കഴിഞ്ഞില്ല. ഒന്ന് വൃത്തിയായി കുളിച്ചിട്ട് വാ, അഴുക്കൊക്കെ അങ്ങോട്ടേക്ക് പോവട്ടെ, എന്നിട്ട് നമുക്ക് പോകുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കാം, ഹേമന്ത് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു. അവൾ പല്ലുകൾ കടിച്ചുകൊണ്ട് തന്നെ അവനെ നോക്കി. മനസ്സിൽ അവനെ 100 കഷ്ണങ്ങളായി ഇതിനോടകം തന്നെ അവൾ വെട്ടിനുറുക്കി കാണും. എതിർത്തു പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മാത്രം അവൾ അവനെ അനുസരിക്കാൻ തീരുമാനിച്ചു. അവൾ ബാത്റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. ഗുഡ്, അപ്പോൾ ലാവണ്യക്ക് അനുസരണയുണ്ട്. അതൊരു നല്ല സ്വഭാവമാണ്. എന്തായാലും നന്നായി തേച്ചുരച്ച് കഴുകി കുളിക്ക്, ഹേമന്ത് റൂമിലിരുന്നു കൊണ്ട് തന്നെ രൂക്ഷമായി പറഞ്ഞു. ശരീരം മാത്രമല്ല മനസ്സും അങ്ങ് ശുദ്ധിയാവട്ടെ. ഒരുപാട് വൃത്തികെട്ട കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം, നിനക്ക് ഓർമ്മയില്ലെങ്കിലും, അവൻ പറഞ്ഞു. ലാവണ്യയുടെ കാൽച്ചുവടുകൾ ഒന്ന് പതറി. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നിരുന്നു. എങ്കിലും പിന്തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഹേമന്തിന് അത് കാണാൻ കഴിഞ്ഞില്ല. ശരി, അമർത്തി പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. പല്ലുറുമി ഇപ്പോൾ അനുഭവിക്കുന്ന അപമാനത്തെ നേരിടാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അവൾ ബാത്റൂമിലേക്ക് കയറി ഡോറ് വലിച്ചടച്ചു. പിന്നെ ഡോറിലേക്ക് ചാഞ്ഞു നിന്ന് പതിയെ നിലത്തേക്ക് ഊർന്നിറങ്ങി. ഇരുന്നു കൊണ്ട് കാൽമുട്ടുകൾക്കിടയിൽ മുഖം താഴ്ത്തി. ഈ നിമിഷം അനുഭവിക്കുന്ന വേദനയ്ക്കും നാണക്കേടിനും പകരമായി കരയാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. തേങ്ങലിൻ്റെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ നന്നായി കഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇരുന്ന് കരഞ്ഞതിനു ശേഷം കുറച്ച് ആശ്വാസം തോന്നിയപ്പോൾ അവൾ നിലത്തുനിന്നും എഴുന്നേറ്റു. പിന്നെ ബാത്ത് ടബിൽ വെള്ളം നിറച്ചു. വസ്ത്രം അഴിച്ചു മാറ്റാത്തതിന് അതിലേക്ക് ഇറങ്ങിയിരുന്നു. വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ എല്ലുകളെ മരവിപ്പിക്കുന്ന തണുപ്പ് തന്നിലൂടെ കടന്നു പോകുന്നതായി അവൾക്ക് തോന്നി. മാനസികമായും ശാരീരികമായും അത്രയും അവൾ അനുഭവിക്കുന്നുണ്ട്. ഹേമന്ത് ഇത്രയും കാലം താൻ കരുതിയിരുന്ന ഒരാളല്ലെന്ന് അവൾക്ക് തോന്നി. പണ്ടവൻ എപ്പോഴും അവളോട് നല്ല രീതിയിൽ മാന്യമായി മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. ഇപ്പോൾ അവൻ അവളെക്കുറിച്ച് പുച്ഛത്തോടെ മാത്രമേ നോക്കുന്നുള്ളൂ. ശരിയാണ്, ഇതെല്ലാം എൻ്റെ തെറ്റാണ്, എല്ലാം എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ്, എൻ്റെ കൈകളിൽ രക്തമുണ്ട്. പക്ഷേ ഇനി അതൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ, അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു. അവളുടെ ദുഷ്പ്രവൃത്തികൾ തന്നെയാണ് ഹേമന്തിന് അവൾക്കെതിരെ തിരിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ കൊണ്ട് അവൻ അവളെ ശിക്ഷിക്കുകയാണ്. അതും ലാവണ്യക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കും. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് പോകുന്നത്. അതെല്ലാം ഞാൻ എങ്ങനെ വേണ്ടെന്ന് വെക്കും? പ്രത്യേകിച്ചും സിദ്ധു. അവൻ അസ്വസ്ഥയോടെ കണ്ണുകൾ അടച്ചു. അവൾക്ക് നന്നായിട്ട് ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. നിരാശ കൊണ്ട് അവളുടെ മനസ്സ് വിങ്ങി. അവൾക്കപ്പോൾ മരിക്കാൻ വരെ തോന്നി. പക്ഷേ ഓരോ തവണയും അവൾ ഹൃദയത്തിലുള്ള വെറുപ്പിനെ പറ്റി ഓർക്കും. പ്രതികാരം ചെയ്യാനുള്ള തീവ്രമായ ആഗ്രഹം അവളെ മുന്നോട്ട് കൊണ്ടുപോയി. അവളുടെ ഹൃദയം കഠിനമായപ്പോൾ ലാവണ്യ കൂടുതൽ ക്രൂരമായി മാറി. തൻ്റെ ശരീരത്തിലെ കറകളെല്ലാം കഴുകിക്കളയാൻ ഈ വെള്ളം മതിയായിരുന്നോ? ലാവണ്യ തണുത്തു വിറച്ചുകൊണ്ട് ചിന്തിച്ചു. നനഞ്ഞ വസ്ത്രങ്ങൾ മുഴുവനും അവൾ ഊരിയെറിഞ്ഞു. പൂർണ്ണ നഗ്നയായി അവൾ വെള്ളത്തിലേക്ക് കിടന്നു. ഇപ്പോൾ എന്നിലെ അശുദ്ധി മാറിയോ? അവൾ സ്വയം ചോദിച്ചു. ഇല്ല, അവൾ തന്നെ ഉത്തരം പറഞ്ഞതു മുഖം കൂടി ആ വെള്ളത്തിലേക്ക് മുക്കിക്കളഞ്ഞു. ശ്വസിക്കാൻ കഴിയാതെ ഇപ്പം മരിച്ചു പോകുമെന്ന് തോന്നും വരെ അവൾ വെള്ളത്തിൽ തന്നെ മുങ്ങിക്കിടന്നു. ശ്വാസകോശം പൊട്ടിത്തെറിക്കും പോലെ തോന്നിയപ്പോൾ അവൾ വെപ്രാളത്തിൽ പൊങ്ങി വന്നു. എന്നിട്ട് ശ്വാസം ആഞ്ഞു ശ്വസിച്ചു. പിന്നെ മുന്നിലുള്ള മാറ്റിലേക്ക് നോക്കി. അവളുടെ മുഖം ആകെ വിളറി വെളുത്തിരുന്നു. എല്ലാം അവളുടെ തന്നെ തെറ്റായിരുന്നു. സ്വന്തം അസ്തിത്വത്തെ അവൾ തമാശയായി കണ്ടു. ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പലതും ചെയ്തു. അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾക്ക് സ്വയം നാണക്കേട് തോന്നി. അവൾക്ക് ഭ്രാന്തിയെപ്പോലെ ചിരിക്കാൻ തോന്നി. ശരീരം പലതവണ ലാവണ്യ ഉരച്ചു കഴുകി. അവളുടെ ചർമ്മം ഇതിനകം തന്നെ ശുദ്ധമായിരുന്നു. എന്നിട്ടും ക്ഷീണമില്ലാതെ വീണ്ടും വീണ്ടും കഴുകണമെന്ന് അവൾക്ക് തോന്നി. ചർമ്മം ചുവന്നു തുടങ്ങിയിട്ടും അവൾ നിർത്തിയില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ അവളുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുക്കം അവൾ പൂർണ്ണമായും തളർന്നു. അതോടെ ബാത്റബിൽ നിന്നും എഴുന്നേറ്റ് ഒരു ബാത്റോബ് എടുത്തു ചുറ്റി. പിന്നെ പുറത്തേക്കിറങ്ങി. ശബ്ദം കേട്ട് ഹേമന്ത് അവളെ നോക്കിയിരുന്നു. ഒപ്പം അവളുടെ ചുവന്നുപോയ ശരീരവും അവൻ ശ്രദ്ധിച്ചു. ഹേമന്തിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇതെന്താ ലാവണ്യ ഇങ്ങനെ? നീ സത്യത്തിൽ ബാത്റൂമിൽ എന്ത് ചെയ്യുമായിരുന്നു? ഹേമന്ത് അസ്വസ്ഥയോടെ ചോദിച്ചു. ഇനി താനെങ്കിലും തൊടുമെന്ന് കരുതിയിട്ട് അവൾ മനഃപൂർവ്വം ചെയ്തതാണോ?
ഹേമന്ത് അത്ഭുതത്തോടെ ചിന്തിച്ചു. നീയല്ലേ എല്ലാ ഭാവങ്ങളും ഒരിച്ചു കളയാൻ പറഞ്ഞത്? അത് നിന്റെ ആഗ്രഹമായിരുന്നില്ലേ? പിന്നെ ഇപ്പോൾ നീ എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? കണ്ടില്ലേ, എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ എല്ലാം ഉരച്ചു കളയാൻ നോക്കിയിട്ടുണ്ട്. നിനക്കിപ്പോൾ സന്തോഷമായോ? ലാവണ്യ ദേഷ്യത്തിൽ തന്നെ പൊട്ടിത്തെറിച്ചു. അവളുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്ന പരിഹാസം തീർച്ചയായിട്ടും അവന് ഇഷ്ടപ്പെട്ടില്ല. ഹൗ ഡയു ലാവണ്യ, ഇത്രയും പറഞ്ഞിട്ടും നീ എന്നോട് മര്യാദക്ക് സംസാരിക്കാൻ പഠിച്ചില്ലേ? നിനക്ക് എന്നെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്താലെന്താ? എത്ര കിട്ടിയാലും നിന്റെ അഹങ്കാരം കുറയരുത്. അതും പറഞ്ഞ് ഹേമന്ത് ഫോണ് കയ്യിലെടുത്തു. ലാവണ്യ ഞെട്ടിപ്പോയി. നേരത്തെ അവൻ ഡ്രാഫ്റ്റ് ചെയ്തത് വെച്ചത് സിദ്ധാർത്ഥിന് അയക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു. ലാവണ്യ വെപ്രാളത്തിൽ അവൻ്റെ കയ്യിൽ പിടിച്ചു. പ്ലീസ് ഹേമന്ത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദയവ് ചെയ്ത് ഈ ഉപദ്രവം ഒന്ന് നിർത്താമോ? നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കും. ലാവണ്യ അപേക്ഷയോടെ പറഞ്ഞു. ഒന്നും സിദ്ധുവിനോട് പറയല്ലേ. അവൾ പൊട്ടിക്കരഞ്ഞു. പേടി കാരണം അവളുടെ ഞരമ്പ് പോലും വലിഞ്ഞു മുറുകി നിൽക്കുന്നത് അപ്പോൾ കാണാമായിരുന്നു. ഹേമന്ത് അവളെ അപമാനിക്കാൻ ഒടുങ്ങാത്ത വഴികൾ തേടുകയാണ്. ഇതിനിടയിൽ അവളുടെ അതിദയനീയമായ ഭാവം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളൊന്നുലഞ്ഞു. അവന് അവളോട് സഹതാപം തോന്നി. എനിക്കായി നീ ഒരൊറ്റ കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി, ഹേമന്ത് പെട്ടെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ മറ്റൊരർത്ഥത്തിലും തൊടില്ല. അവൻ ആവർത്തിച്ചതും ലാവണ്യ ഉടനെ തന്നെ കരച്ചിലങ്ങ് നിർത്തി. ഒപ്പം അവൾ പ്രതീക്ഷയോടെ അവനെ തലയുയർത്തി നോക്കി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹേമന്ത് പറഞ്ഞു. ഞാൻ അനുസരിക്കാം, അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. ഹേമന്ത് അവളെ തണുത്തുറഞ്ഞു നോക്കി. നീ ആ ബാത്റൂം ഒന്ന് അഴിച്ചു മാറ്റ്, ഞാനങ്ങനെ ശരിക്കൊന്ന് കാണട്ടെ, അവൻ പറഞ്ഞു. ലാവണ്യയുടെ മുഖം വിളറി. അവൾ നിന്ന് വിറയിൽ തുടങ്ങി. എന്താ പറഞ്ഞേ? അവൾ വിശ്വാസം വരാതെ കണ്ണുകൾ വിടർത്തി ചോദിച്ചു. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? നീ ആ ബാത്റൂം അഴിച്ച് ഒഴിവാക്കാൻ. എനിക്ക് നിന്നെ കാണണമെന്ന്. അതിനുശേഷം നീ പൊയ്ക്കോ, അവൻ വീണ്ടും വ്യക്തമായി പറഞ്ഞു. ലാവണ്യക്ക് ശ്വാസം മുട്ടിപ്പോയി. അവൻ പറഞ്ഞത് അവൾക്ക് വിശ്വസിക്കാൻ പോലും ആയില്ല. അവൾ അനങ്ങാൻ പോലും കഴിയാതെ അവനെ തന്നെ തുറച്ചു നോക്കി നിന്നു. എന്താ ലാവണ്യ, ഇത്ര പറഞ്ഞിട്ടും നിനക്ക് ക്ലിയർ ആയില്ലേ? അതോ ഞാൻ തന്നെ അതങ്ങ് അഴിച്ചു മാറ്റണോ? അതിനാണോ നീ ഇങ്ങനെ നിൽക്കുന്നത്? ഏയ്, അവൻ്റെ സ്വരം കനത്തു. പക്ഷേ യഥാർത്ഥത്തിൽ അവളെ തൊടാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൾ അവൻ്റെ മനസ്സിൽ എന്നേ കളങ്കപ്പെട്ട് കഴിഞ്ഞവളാണ്. ലാവണ്യ ഭയന്നു. പക്ഷേ അവൾക്കു മുൻപിൽ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അവൾ പല്ലിറുമിക്കൊണ്ട് ബാത്റൂം അവളിൽ നിന്നും അഴിച്ചെടുത്തു. ആ സമയം ദേഷ്യം കൊണ്ടും അപമാനം കൊണ്ടും അവളുടെ മനസ്സ് വിങ്ങിയിരുന്നു. ഹേമന്ത് മുന്നിൽ കാണുന്ന രൂപത്തിലേക്ക് നോക്കി. എത്രയൊക്കെ വെറുത്തിട്ടും അവളുടെ ശരീരത്തിലേക്ക് അവൻ ആകർഷിക്കപ്പെട്ടു. ആ കാര്യം അവന് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ പതിഞ്ഞുറക്കുന്ന വികാരങ്ങളും അവന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ അതിനെ മനസ്സിൽ തന്നെ അവൻ അടിച്ചമർത്തി. പിന്നെ പരിഹാസത്തോടെ സ്വയം ചിരിച്ചു. അവളുടെ ശരീരത്തിൽ നിന്നും നോട്ടം മാറ്റി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ലാവണ്യ തല കുനിച്ചു നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ മുന്നിൽ നിൽക്കുന്ന പുരുഷനെ നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അതിനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. അതാണ് സത്യം. ഹേമന്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ലാവണ്യക്ക് മനസ്സിലായില്ല. മുഖമുയർത്തി എന്നെ നോക്ക്. പെട്ടെന്ന് അവൻ്റെ പരുഷമായ ശബ്ദം കേട്ടു. ലാവണ്യയുടെ മുഖം നാണത്താൽ ചുവന്നു. എങ്കിലും അവൻ പറഞ്ഞത് അനുസരിക്കാൻ അവൾ തയ്യാറായി. അവൾ ഹേമന്തിനെ ധിക്കാരത്തോടെ നോക്കി. പക്ഷേ പെട്ടെന്ന് തീവ്രമായൊരു പ്രകാശം അവളുടെ കണ്ണുകളെ അന്ധമാക്കി. അവൻ ഫോണിലെ ഫ്ലാഷ് അടിച്ചതാണ്. അതിനൊപ്പം തന്നെ ഒരു ഫോട്ടോ കൂടി ക്ലിക്കായിട്ടുണ്ട്. ലാവണ്യക്കത് മനസ്സിലായി. അവളിൽ പരിഭ്രാന്തിയും ദേഷ്യവും നിറഞ്ഞു. വാട്ട് ദി ഹെൽ ആർ യു ഡൂയിങ്? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. പക്ഷേ അപ്പോഴേക്കും സമയം വൈകിപ്പോയി. ഹേമന്ത് അവളുടെ ചിത്രം ഫോണിൽ എടുത്തു കഴിഞ്ഞിരുന്നു. ഒപ്പം നല്ല ക്ലിയർ പിക്ചർ അല്ലേ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. പിന്നെ കുസൃതിയോടെ സ്വയം തലയാട്ടി. ഇറ്റ്സ് ഡൺ പറയുന്നതിനൊപ്പം അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് ലാവണ്യ യഥാർത്ഥ ലോകത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഒരു നിമിഷം കൊണ്ട് അവളുടെ മുഖത്തേക്ക് കോപം ഇരിച്ചു കയറി. എന്ത് തോന്നിവാസമാണ് അവൻ കാണിച്ചിരിക്കുന്നത്? അതിനെപ്പറ്റി ലാവണ്യക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. യു ബ്ലഡി, മര്യാദക്ക് ആ ഫോൺ എനിക്ക് കയ്യിൽ തായോ, അവൾ കോപത്തോടെ അലറി. ഒപ്പം അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നീക്കം ഹേമന്ത് പ്രതീക്ഷിച്ചിരുന്നു. അതിനാൽ അവൻ പെട്ടെന്ന് തന്നെ തലക്ക് മുകളിലേക്ക് ആ ഫോൺ അങ്ങ് ഉയർത്തിപ്പിടിച്ചു. അവന് അവളേക്കാൾ നല്ല പോലെ പൊക്കം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഫോൺ തട്ടിയെടുക്കാനൊന്നും അവൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ലാവണ്യ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നീ ഇപ്പോൾ എന്തോ വലിയ പ്ലാനിങ്ങിലാണല്ലേ? ആൾക്കാരെയൊക്കെ എങ്ങനെ ഉപദ്രവിക്കാൻ തകർക്കാം, അതിലൊക്കെ നീ PhD എടുക്കുവല്ലേ? എങ്കിൽ മോൾ ആ കോഴ്സ് അങ്ങ് ഡ്രോപ്പ് ചെയ്യാൻ നോക്ക്. അവൻ അവളെ പരിഹസിച്ചു. നിന്റെ കയ്യിലിരിപ്പ് പോലെയിരിക്കും നിനക്കിനി കിട്ടാൻ പോകുന്ന ശിക്ഷ. അറിയാലോ, ഇപ്പം തന്നെ ആവശ്യത്തിലധികം കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് ഞാൻ അങ്ങ് തുരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ശേഷക്രിയ ചെയ്യാൻ പോലും വീട്ടുകാർക്ക് നിന്നെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പണിക്കും നീ ഇനി നിൽക്കരുത്. അവൻ ക്രൂരമായി മുരണ്ടു. ദേഷ്യം കൊണ്ട് ലാവണ്യ ആകെ വിറച്ചിരുന്നു. പക്ഷേ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
അവളുടെ മോശം പെരുമാറ്റങ്ങളെക്കുറിച്ച് ഹേമന്തിന് അറിയാവുന്നിടത്തോളം മറ്റാർക്കും തന്നെ അറിയില്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് അവന് പ്രത്യേക നോട്ടമുണ്ടായിരുന്നു. അവൾ പ്രകോപിതയായി. അവനെ ആക്രമിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ ലാവണ്യ തീർത്തും നിസ്സഹായയായിരുന്നു. അവൾ തളർച്ചയോടെ സ്വന്തം അവസ്ഥ മറന്ന് സോഫയിലേക്ക് ഇരുന്നു പോയി. അവളുടെ മനോഭാവത്തിൽ ഹേമന്ത് തികച്ചും സംതൃപ്തനായിരുന്നു. അവൻ അവളിൽ നിന്നും ഒരടി അകലം പാലിച്ചുകൊണ്ട് തന്നെ മുന്നിലായി വന്നിരുന്നു. ഒപ്പം അവൾക്ക് മുന്നിൽ ഒരു ഫോൺ അങ്ങ് കറക്കി. ഇപ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ ഒന്നുകൂടി ആയല്ലേ? അവൻ കുസൃതിയോടെ തന്നെ ചോദിച്ചു. അതിനാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചാൽ നിനക്ക് നല്ലത്. അതല്ല ഇവിടെ നിന്നും ഇറങ്ങി സ്വഭാവം മാറ്റാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ ഫോട്ടോ ഞാൻ അങ്ങ് ജഗൻ അയച്ചു കൊടുക്കും. എൻ്റെ റൂമിൽ നീ ഈ കോലത്തിൽ ഇവിടെ വന്ന് നിന്നു എന്നെങ്ങാനും അവൻ കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചു. ആ സമയം അവൻ്റെ ഹൃദയത്തിൽ വളരെ വിചിത്രവും പ്രതികാരവുമായ ഒരു ആനന്ദം തന്നെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആരുടെയെങ്കിലും മേൽ അധികാരം ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണെന്ന് അവന് തോന്നി. ലാവണ്യ രോഷത്തോടെ അവനെ നോക്കി. എങ്കിലും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. മുന്നിൽ നിൽക്കുന്നവൻ ഒരുപാട് ക്രൂരനായി മാറിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഹേമന്താണെങ്കിൽ അവളെ അവജ്ഞതയോടെ നോക്കി. അപ്പോൾ നീ ഇങ്ങനെ കോലം കെട്ടി നിൽക്കാതെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോവാൻ നോക്ക്. എനിക്ക് ആവശ്യമുള്ളത് ഏതായാലും കിട്ടി. തൽക്കാലത്തേക്ക് ഇത് ധാരാളം. അത്രയും പറഞ്ഞ് ഹേമന്ത് ആ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തൻ്റെ ലക്ഷ്യം നേടിയതിനാൽ ഇതിൽ കൂടുതൽ അവളെ വേദനിപ്പിക്കാനൊന്നും അവൻ ആഗ്രഹിച്ചില്ല. മാത്രവുമല്ല, അവളുടെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അവന് ശരിക്കും സഹതാപം തോന്നിയിരുന്നു. അവൻ്റെ മനസ്സിൽ അപ്പോഴും അവളോടുള്ള ആഗ്രഹത്തിൻ്റെ വന്യവികാരം നിൽക്കുന്നുണ്ട്. പക്ഷേ അവളെ തൊട്ട് സ്വയം വൃത്തികേടാവാനൊന്നും തന്നെ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ഹേമന്ത് റൂമിൽ നിന്നു പോയ ശേഷം ലാവണ്യ നടുങ്ങിപ്പോയി. ഭയവും ദേഷ്യവും അവളെ അടിമുടി തകർത്ത് കളഞ്ഞിരുന്നു. അവൾ ഹേമന്ത് പോയ ദിശയിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കണ്ണുനീർ കാഴ്ചയെപ്പോലും മറച്ചിരുന്നു. എങ്കിലും വാശി പോലെ അവൾ അത് തുടച്ചു നീക്കി. അപമാനവും നാണക്കേടും ദേഷ്യവും കൊണ്ട് അവളുടെ കണ്ണിൽ പക തെളിഞ്ഞിരുന്നു. ഹേമന്ത്, ഞാൻ നിന്നെ വെറുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. അവൾ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അലറി. അവനെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് അവൾ മനസ്സിൽ സത്യം ചെയ്തു. ഇപ്രാവശ്യം അവൻ എല്ലാ തിരക്കുകളും ലംഘിച്ചു. ഒരു മനുഷ്യൻ ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ മാക്സിമം ചെയ്തു. അത് അവളുടെ മനസ്സിൽ കൂടുതൽ കനം നിറച്ചു. താങ്ങാൻ കഴിയാത്ത വിധം അസ്വസ്ഥത അവളുടെ മനസ്സിലും ശരീരത്തിലും നിറഞ്ഞു നിന്നു. ഇപ്പോൾ അവൾ അവിടെ തനിച്ചാണ്. രാത്രി ഒരുപാട് വൈകിയിട്ടുണ്ട്. പക്ഷേ ഹേമന്തുള്ള വീട്ടിൽ നിൽക്കാൻ ഒരു നിമിഷം പോലും അവൾ തയ്യാറായില്ല. അതുകൊണ്ട് അവൾ അവിടെ നിന്നും പോവാൻ തയ്യാറായി. ലാവണ്യയുടെ കണ്ണിൽ ഹേമന്ത് ശരിക്കും ഒരു പിശാചിന് തുല്യമായിരുന്നു. ഏറ്റവും ക്രൂരനായൊരു വ്യക്തി. അവൾ തൻ്റെ നനഞ്ഞ വസ്ത്രത്തെ എടുത്ത് ധരിച്ചു. ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൾക്ക് ശരീരമാസകലം ശക്തമായ വേദന തോന്നി. ഒരു പക്ഷേ നിസ്സഹായതയുടെയും തളർച്ചയുടെയും വികാരങ്ങൾ അവളിൽ പടർന്നതുകൊണ്ടായിരിക്കാം. അവൾ ക്ഷീണം ബാധിച്ചതുപോലെ നിർവികാരതയോടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. പിന്നെ കാറിൽ കയറി. വണ്ടിയോടിച്ച് അവൾ അവിടെ നിന്ന് പോയി. പക്ഷേ ആ സമയം അവളെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് ലാവണ്യ അറിഞ്ഞിരുന്നില്ല. അയാൾ പെട്ടെന്ന് തന്നെ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു. ജഗൻ സർ, ലാവണ്യ മാഡം ഇപ്പോൾ ഹേമന്തിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി. തനിയെ ഡ്രൈവ് ചെയ്തിട്ടാണ് പോയത്. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. പിന്നെ മുഖത്തൊക്കെ ഭയങ്കര ചമ്മലും. അയാൾ അത്രമാത്രം പറഞ്ഞു. അയാളുടെ വാക്കുകൾക്ക് പിന്നിലെ സൂചന അവന് വ്യക്തമായിരുന്നു. ഹേമന്തിൻ്റെ വീട്ടിൽ കുറച്ചു സമയം ചിലവഴിക്കാൻ ലാവണ്യ പോയതായിരുന്നു. അവൻ പരിഹാസത്തോടെ മനസ്സിൽ പറഞ്ഞു. ഓക്കെ, എനിക്ക് മനസ്സിലായി. എന്തായാലും അവളെ ഫോളോ ചെയ്തു നോക്ക്. പിന്നെ ഫോട്ടോസ് എടുക്കാനും മറക്കണ്ട, മനസ്സിലായോ? അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലാവണ്യ ജഗൻ്റെ വീട്ടിലെത്തിയിരുന്നു. അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ്റെ മുഖഭാവം ഇരുണ്ടുപോയി. എങ്കിലും സമനില വീണ്ടെടുത്ത് അവൻ പുഞ്ചിരിച്ചു. അല്ല ലാവണ്യ, ഇവിടെ നിന്ന് പോയിട്ട് ഒരുപാട് നേരമായല്ലോ. എന്താ ഇത്രയും വൈകിയത്? അവൻ സാധാരണ സ്വരത്തിൽ ചോദിച്ചു. പക്ഷേ അവൻ്റെ ഹൃദയം നല്ലതുപോലെ തന്നെ ക്രൂരമായിരുന്നു. അത് അവന് മാത്രമേ അറിയുള്ളൂ. എന്നെ അവൾ ഒറ്റപ്പെടുത്തിയാൽ പോരാ, അവൾ പോയി വേറൊരുത്തൻ്റെ ഒപ്പം കിടന്നു വന്നിരിക്കുന്നു. അവൾക്ക് അത്ര ധൈര്യമുണ്ട്. അവൻ മനസ്സിൽ മുരണ്ടു. ഇങ്ങനത്തെ ഒരുവളെ തനിക്ക് എന്തായാലും വേണ്ട. എൻ്റെ നേട്ടങ്ങൾക്ക് ശേഷം നീ കറിവേപ്പിലേക്ക് തുല്യമാണ് ലാവണ്യ. പിന്നെയും മാന്യതയൊന്നും തന്നെ നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട, അവൻ മനസ്സിലുറപ്പിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ ലാവണ്യ അവൻ്റെ ചോദ്യത്തിനുള്ള ഒഴിവ് കണ്ടെത്തുകയായിരുന്നു. നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അധ്യായം 334 335 ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ബ്യൂട്ടി വിഷൻ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെ തന്നെ പർപ്പിൾ വിഷന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഈ സബ്സ്ക്രൈബും സപ്പോർട്ടൊന്നും കൊണ്ട് മാത്രമാണ് കേട്ടോ ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ്.